ശ്യാമ PV അൻവർ നിലമ്പൂർ MLA അദ്ദേഹം നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകളായാലും അദ്ദേഹം കുറച്ച് നാൾ ഇന്ത്യയിൽ നിന്ന് വിട്ടുനിന്ന് വാർത്ത സൃഷ്ടിക്കുന്നു, അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. കുറേ ആളുകൾക്ക് അദ്ദേഹം ഇഷ്ടമാണ്, ചിലർക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. അദ്ദേഹം ഈ അവിടുത്തെ SP-ക്കെതിരെ നടത്തിയൊരു പരാമർശമുണ്ട് വേദിയിലിരുത്തിക്കൊണ്ട്. അതായത് മനഃപൂർവ്വം ഇയാൾ അവിടെ നിന്ന് കാത്തിരിക്കട്ടെ എന്നാണ് SP വിചാരിച്ചെങ്കിൽ ആ വേല അങ്ങ് മനസ്സിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ SBയെ നമ്മുടെ മലപ്പുറം പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഉദ്ഘാടകൻ ഇദ്ദേഹം PV അൻവർ MLA, മുഖ്യ പ്രഭാഷകൻ ശശിധരൻ SP, മലപ്പുറം SP, ജില്ലാ പോലീസ് മേധാവി. ഇവർ തമ്മിൽ കുറച്ച് കാലമായി ഒരു വടംവലി അവിടെ നടക്കുന്നുണ്ട് എന്നതിൻ്റെ നേർചിത്രമാണ് ഇന്നലെ ആ വേദിയിൽ കണ്ടത്. വേദിയിൽ വന്ന അവിടെ ആദ്യം എത്തുന്നത് PV അൻവറാണ്. PV അൻവർ എത്തിയ ശേഷം ഏതാണ്ട് 27 മിനിറ്റ് വൈകിയാണ് SP സ്ഥലത്തെത്തിയത്. അത് ആദ്യത്തെ പ്രൊവോക്കേഷൻ, MLAയുടെ പ്രൊവോക്കേഷൻ. അപ്പോൾ MLA പ്രൊവോക്ക് ചെയ്തത് MLA ഉദ്ഘാടകനാണല്ലോ. അപ്പോൾ ഉദ്ഘാടകൻ കയറി നിന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കാര്യമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ അങ്ങ് കൈകാര്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. എൻ്റെ പാർക്കിലെ 2000-ലധികം കിലോ ഭാരം വരുന്ന റോപ്പ് മോഷണം പോയി 8 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല. മലപ്പുറം SP ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പ്രതിയെ കണ്ടെത്താനായില്ല. ഒരാളെ വിളിച്ചു വരുത്തി ചായ കൊടുത്ത് വിട്ടു. ഏത് പൊട്ടനും കണ്ടെത്താനാവുന്ന കാര്യമായിട്ടും പ്രതിയെ പിടിച്ചിട്ടില്ല. ചില പോലീസുകാർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, അതിൽ റിസർച്ച് നടത്തുകയാണ് അവർ. പെറ്റി കേസിനായി പോലീസിന് കോട്ട നിശ്ചയിച്ചിരിക്കുകയാണ്. തുപ്പലിറക്കി ദാഹം തീർക്കുന്ന സർക്കാരില്ല ഇതെന്ന് ഓർക്കണം. ഇതാണ് PV അൻവർ MLA പോലീസ് അസോസിയേഷന്റെ പരിപാടിയിൽ ഉദ്ഘാടകനായി പോയി ചെന്ന് അവരെ തെറി പറഞ്ഞു. അവരെ മൈക്ക് കെട്ടി വെച്ച് തെറി പറയും. അവരുടെ പരിപാടിയിൽ പോയി ഒരു SP തന്നെ അവർ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ഈ ഒറ്റ വാക്കിൽ തുടർന്ന് ഈ SP-യുടെ വാക്കാണേ, ഞാൻ അല്പം തിരക്കിലാണ്, പരിപാടിക്ക് എല്ലാ ആശംസയും നേരുന്നു, ഒരു വലിയ പ്രസംഗത്തിനുള്ള മൂഡിലല്ല ഞാൻ. വേദി വിട്ടു. മൂഡ് മൊത്തം കളഞ്ഞു. അവരുടെ പരിപാടിക്ക് ചെന്ന് അവരെ മൈക്ക് കെട്ടി തെറിയും പറഞ്ഞ് അതും കഴിഞ്ഞിട്ട് അവരെ മൊത്തത്തിൽ ആക്ഷേപിച്ച് വിട്ടു. അപ്പോൾ ഇതിൽ ഒരു സാധനമുണ്ട്. IPS അസോസിയേഷൻ ഇതിൽ കയറി ഇടപെട്ടു. IPS അസോസിയേഷൻ അവർ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പ്രമേയം പാസ്സാക്കിയ പ്രമേയത്തിൽ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് MLA SP-യെ സ്വാധീനിക്കുവാൻ, നിയമവിരുദ്ധമായി സ്വാധീനിക്കാൻ ശ്രമിച്ചതിൻ്റെ നേർചിത്രമാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമവിരുദ്ധമായി അതിനകത്ത് സ്വാധീനിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? ഈ മോഷണം പോയത് കണ്ടുപിടിക്കണമെന്ന് പറയുന്ന ഒരു ന്യായമായ ആവശ്യമല്ലേ? മോഷണം പോയത് കണ്ടുപിടിക്കാൻ, അതായത് 8 മാസമായിട്ട് തൻ്റെ 10 ലക്ഷം രൂപ വിലയുള്ള തൻ്റെ പാർക്കിലെ റോപ്പാണ് മോഷണം പോയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റോപ്പ് മോഷണം പോയിട്ട് തൻ്റെ പാർക്കിൽ പോയിട്ട് കിട്ടിയില്ല. അതാണ് PV അൻവറിൻ്റെ പ്രശ്നം. തൻ്റെ പാർക്കിൽ പോയിട്ട് കിട്ടിയില്ല, അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം ഈ കേസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാളെ വിളിച്ചു വരുത്തി ചായ കൊടുത്തു വിട്ടത് കള്ളൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏത് പൊട്ടനും അത് ആലോചിക്കണം, ഏത് പൊട്ടനും കണ്ടുപിടിക്കാം എന്നൊക്കെയാണ് അവിടെ പോയി. ഈ ചായയുടെ കാര്യം പിന്നെയും പറയുന്നുണ്ട്. രാവിലത്തെ പരിപാടിക്ക് എങ്ങനെ പോയാലും രാവിലെ കൃത്യസമയത്ത് അദ്ദേഹം വരും. അപ്പൊ ഇവിടെയും അദ്ദേഹം കൃത്യസമയത്ത് വന്നു MLA. പിന്നീട് 2ാമത്തെയോ 3ാമത്തെയോ ഒക്കെ പരിപാടിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് സമയം ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. രാവിലെ വന്നു, അപ്പോൾ ഒരു ചായ കുടിച്ചു, വീണ്ടും സമയം പോകുന്നു, വീണ്ടും ഒരു ചായ കുടിച്ചു, അങ്ങനെ 3 ചായയോ മറ്റോ അദ്ദേഹം ഈ SP വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുടിച്ചു. അതും അദ്ദേഹത്തിന് പ്രകോപനമായി. ഒരു ചായക്ക് വരും 3 ചായ കുടിക്കേണ്ടി വന്നു. അത് ശരി. അത്രയും സമയം PV അൻവറിന്റെ ഒരു പ്രത്യേകത അടിക്കടി തിരിച്ചടിയാണ്. അത് ഒന്നും നോക്കത്തില്ല. അടിക്കടി തിരിച്ചടി, ആ ഒരു ലൈനാണ് PV അൻവറിന്റെ ഒരു സ്റ്റൈല്. കൊണ്ടും കൊടുത്തും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അവരുടെ പ്രമേയമാണ് മലപ്പുറം SP-യെ പല മാർഗത്തിൽ കൂടി സ്വാധീനിക്കാൻ ശ്രമിച്ചതായി അൻവർ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. നിയമരാഹിത്യത്തിന്റെ ഭീതിതമായ സ്ഥിതിയാണ് MLA സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. PV അൻവർ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് പൊതുമധ്യത്തിൽ മാപ്പ് പറയണം. IPS അസോസിയേഷന്റെ പ്രമേയം. തൊട്ടു പിന്നാലെ അൻവർ തിരിച്ചടിച്ചു. മാപ്പ് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയുടെ മാപ്പ്, കേരളത്തിന്റെ മാപ്പ്, മലപ്പുറം ജില്ലയുടെ മാപ്പ്, നിലമ്പൂരിന്റെ മാപ്പ്, 3 മാപ്പ് കിട്ടും. 3 മാപ്പ് എടുത്ത് ഫേസ്ബുക്കിൽ
പോസ്റ്റ് ചെയ്ത്. അൻവറിനെ കൊണ്ട് പറ്റത്തുള്ളൂ. അതായത് അൻവറിനെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൻവർ എന്ന് പറയുന്നത് പിണറായി വിജയനെ ഏറ്റവും അധികം വേണ്ടപ്പെട്ട ഒരാളാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് പിന്നെ PV അൻവർ. PV അൻവറിനോടുള്ള ഒരു എന്താ പറയുക ഒരു ബന്ധം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മുഹമ്മദ് റിയാസിനോട് പോലും പിണറായി വിജയൻ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ടാണ് ഈ അൻവറിനെ ഇങ്ങനെ അയച്ചു വിട്ടിരിക്കുന്നത്. അൻവർ നാട്ടുകാരെ എല്ലാം തെറി പറയും. നാട്ടുകാരെ ആരാ എന്താടാന്ന് ചോദിച്ചാൽ കുന്താടാന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ്. ചില കാര്യങ്ങളിൽ ശരിയാണ്, ചില കാര്യങ്ങളിൽ അൻവർ സ്വീകരിക്കുന്ന നിലപാടുകൾ അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പാർക്ക് അത് അനധികൃതമാണ് എന്ന് പലതവണ പറഞ്ഞിട്ടും അത് അദ്ദേഹം തെളിയിക്കുന്നുള്ള രീതിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളിൽ സ്വീകരിക്കുന്നത്. ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെടുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാണ്, അങ്ങനെ ഇടപെടേണ്ടതാണ്, ആവശ്യമാണ് എന്നൊക്കെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹമാണ് ഇവിടുത്തെ ഈ പറയുന്ന പോലെ മാധ്യമ പ്രവർത്തകളെ മാപ്രകളെല്ലാം കൂടെ വലിച്ചീറി ഒട്ടിക്കുന്നത്. മാപ്രകളോട് തുറന്ന യുദ്ധത്തിലാണ് അൻവർ. അദ്ദേഹം പല ഘട്ടങ്ങളിലായി അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ തെറി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥിരം വേട്ടമൃഗമാണ് പിന്നെ ഇദ്ദേഹം നമ്മുടെ സാജൻ സ്കറിയ. അദ്ദേഹത്തെയാണ് സ്ഥിരമായി പോയി നിന്ന് തെറി പറയുകയും ഈ പറയുന്ന പോലെ പോസ്റ്റുകൾ വാരി വലിച്ച് പോസ്റ്റുകൾ ഇടുകയും ഒക്കെ ചെയ്യുന്ന അൻവർ. പിന്നെ ഇദ്ദേഹത്തിന് വലിയ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് PV അൻവറിന്. PV അൻവറിനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴെ വന്ന് തെറി വിളിക്കാൻ ഒരു വലിയ പിന്നെ എന്താ പറയാ ഈ തേനീച്ച കൂട്ടം തന്നെയുണ്ട്. തെറി പറയാൻ അൻവറിന് വേണ്ടി സൈബർ ടീം ഉണ്ട് അൻവറിന് വേണ്ടി. ഇവിടുത്തെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നടന്മാരുടെ കാര്യമൊക്കെ ചർച്ച ചെയ്തല്ലോ. നടന്മാരുടെ കാര്യം ചർച്ച ചെയ്തപ്പോൾ നടന്മാർക്ക് വേണ്ടി നടന്മാരെ നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മളോട് പ്രതികരിക്കാൻ വേണ്ടി വലിയൊരു സംഘം ഓടിയെത്തും. ഏതെങ്കിലും ഒരു നടനെ നമ്മൾ 2 വാക്ക് പറഞ്ഞു നോക്കുക. ഏതെങ്കിലും ഒരു നടൻ ഇന്ന പോലെ ഈ ഒരു പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു നടന്റെ പേരുണ്ടെന്നൊന്ന് പറഞ്ഞു നോക്ക്, തെളിവ് എവിടാന്ന് ചോദിച്ചുകൊണ്ട് പറന്നെത്തും. അതൊരു വലിയ സംഘമാണ്. ആ വലിയ സംഘം പിന്നെ നമ്മളെ പുറത്തിറങ്ങിയ നടിമാർ പറയുന്നത് വെറുതെ ഒന്നുമല്ല. അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. ഈ സൈബർ ആക്രമണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികം നേരം എന്താ പറയുക, നമ്മൾ ക്ഷമിക്കും, കുറേയൊക്കെ ക്ഷമിച്ചിരിക്കാൻ പറ്റും. കുടുംബാംഗങ്ങളിലേക്ക് പോകും. അമ്മ, സഹോദരി ഇതിലേക്കൊക്കെ പോകുമ്പോൾ ചിലർക്ക് എന്ത് ചെയ്യും, കയറി നോവും, ചിലർക്ക് നോവും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവരെങ്ങ് സൈലന്റ് ആവും, പിന്നെ മിണ്ടാതിരിക്കും. അതുകൊണ്ടാണ് ചില ആളുകൾ ഈ പറയുന്ന പോലെ ഒരു പ്രതികരണം നടത്തിയ ശേഷം ഈ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടുന്നത്. കമന്റ് ബോക്സ് അങ്ങ് പൂട്ടും. കാരണം ഈ തെറി കേൾക്കാൻ വയ്യ. നമ്മളെ പറയുന്നതൊക്കെ ക്ഷമിക്കുക, എന്നാ പിന്നെ ഇവരെയൊക്കെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിടുന്നത്, ആ കുടുംബക്കാരെയൊക്കെ വലിച്ചിടുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം വരില്ലേ? അപ്പോൾ ഈ അബദ്ധവശാൽ നമ്മളെ സ്നേഹിക്കുന്നവർ തന്നെ ഈ കമന്റുകളൊക്കെ വായിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് വേദനിക്കില്ലേ? അതാണ് ഈ അൻവറിനും ഈ പറയുന്ന പോലെ വെട്ടുകളി കൂട്ടമുണ്ട്. അവരാണ് ഇറങ്ങി പൂരത്തെറി പറയുന്നത്. അപ്പോൾ അൻവർ കാണിക്കുന്ന ചില കാര്യങ്ങൾ ശരിയാണ്, ചില കാര്യങ്ങൾ തെറ്റാണ്. പിന്നെ ഇതിലൊരു വശം നമുക്ക് പറയാം. ഈ പോലീസ് അസോസിയേഷൻ അൻവർ ഒരു എന്താ പറയുക ഇരുതല പിന്നെ മൂർച്ചയുള്ള വാളാണ്. ആ വാളിനെ എടുത്ത് കഴുത്തിന് മേളെ തൂക്കാൻ ഈ പോലീസ് അസോസിയേഷൻ ശ്രമിക്കരുതായിരുന്നു. കാര്യം അൻവറിന് SP ഇഷ്ടമല്ല. SP അൻവറിന് ഇഷ്ടമല്ല എന്നുള്ളത് മലപ്പുറത്തെ പോലീസുകാർക്ക് ഏകദേശം നന്നായി അറിയാവുന്ന കാര്യമാണ്. അസോസിയേഷൻകാർക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. അസോസിയേഷൻകാർക്ക് മലപ്പുറം SP താല്പര്യത്തെക്കാൾ കൂടുതൽ പിന്നെ അൻവറിനോടുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വമാണ് അൻവറിനെ അവർ വിളിച്ചു വരുത്തിയത്. SP അൻവറും തമ്മിൽ നടക്കുന്ന ഈ ശീത സമരത്തെക്കുറിച്ച് അവിടുത്തെ പോലീസ് അസോസിയേഷന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ അവർ വിളിച്ചു വരുത്തിയതും. അൻവറിനെ വിളിച്ചു വരുത്തിയത് SP ഇഷ്ടപ്പെട്ടില്ല. കാരണം താനുമായിട്ടുള്ള ശീതസമരം അവിടെ നടക്കുന്ന സ്ഥിതിക്ക് അൻവർ അവിടെ വന്നതിനോട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ SP സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് SP അവിടെ താമസിച്ചു വന്നത്. ഈ ശശിധരൻ എസ് എന്ന് പറയുന്ന SP അദ്ദേഹം ഒരുപാട് കേസുകളിലൊക്കെ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എവിടെയും വൈകി വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് മനഃപൂർവ്വം വൈകിയതാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതി അതാണ്. അദ്ദേഹം കറക്റ്റ് സമയത്ത് വളരെ പങ്ക്ച്വാലിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ഇദ്ദേഹവുമായിട്ട് അവിടെ പോലീസുകാർ നല്ല ടേംസിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം ഇടയ്ക്ക് ഒരു ഉത്തരവ് ഇറക്കിയായിരുന്നു, ബാറുകളുടെ മുന്നിൽ പരിശോധന നടത്തണ്ട എന്ന് പറഞ്ഞു. ബാറുകളുടെ മുന്നിൽ പരിശോധന നടത്തണ്ട എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ ഒരു റിപ്പോർട്ട് ഈ റിപ്പോർട്ട് എടുത്ത് പോലീസുകാർ നേരെ അത് മീഡിയയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ബാറുകളുടെ മുന്നിൽ ഇനി മുതൽ പരിശോധന വേണ്ടെന്ന് മലപ്പുറം SP ഇദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ബാറുകളിൽ ആളാക്കി വെച്ച് കൊടുത്തു. ബാർ മുതലാളിമാരും ഇദ്ദേഹം തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിൽ അങ്ങ് സ്ഥാപിച്ചു വെച്ച് കൊടുത്തു. അദ്ദേഹത്തിന് ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു. ബാറുകളുടെ മുന്നിലെ പോലീസ് പരിശോധന വേണ്ട. അത് ബാർ ഉടമകളുടെ അസോസിയേഷൻ വന്ന് ഇദ്ദേഹത്തിന് പരാതി കൊടുത്തപ്പോഴാണ് അദ്ദേഹം
ഉത്തരവ് എന്നുള്ള രീതിയിൽ പുറപ്പെടുവിച്ചത്. അതിൽ നല്ലൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ കൊണ്ടുപോയി പരിശോധന നടത്തുന്നത് എന്തിനാണെന്നറിയാമോ? ഇവരെ നിന്ന് കൈക്കൂലി മേടിക്കാനാണ്. ബാറുകാരുടെ നിന്ന്, അതായത് നല്ല ഉദ്ദേശത്തിലല്ല പോലീസ് അവിടെ പരിശോധന നടത്തുന്നത്. അതായത് ബാറുകാരുടെ മുന്നിൽ കൊണ്ടുപോയി പരിശോധന നടത്തുമ്പോൾ ബാറുകാർ എന്ത് ചെയ്യും? ഈ പോലീസുകാരന്, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൈസ കൊടുക്കും. ആ പൈസ അത് മാസപ്പടിയിലേക്ക് കടക്കും. മാസപ്പടിയിലേക്ക് ഇത് കടക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ശശിധരൻ ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കി കൊടുത്തത്. അത് പോലീസിന് വലിയ കേന്ദ്രയായി. ഇത് ഞങ്ങളുടെ നാടൻ ഭാഷ കേട്ടോ. അപ്പോ പോലീസിന് കേന്ദ്രയായി. അപ്പോൾ പോലീസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് ഈ ഉത്തരവ് എടുത്തിട്ട് മീഡിയക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ് ബാറുകാരുടെ ആളാണ് ഇദ്ദേഹം, ബാറുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. ശരിക്കും അദ്ദേഹത്തിന്റെ, നമ്മൾ പോലും ആദ്യഘട്ടങ്ങളിൽ തെറ്റിദ്ധരിച്ചിരുന്നു അദ്ദേഹത്തെ. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ മാസപ്പടി മേടിക്കാൻ വേണ്ടി ഈ പരിശോധന നടക്കുന്നുണ്ടെന്നും ആ പരിശോധനയോട് ഇദ്ദേഹത്തിന് യോജിച്ച് നിൽക്കാൻ എസ് പിക്ക് പറ്റുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഈ അബ്ദുറഹ്മാൻ മന്ത്രി മലപ്പുറത്തെ, അദ്ദേഹം ഇടയ്ക്ക് മലപ്പുറത്തെ പോലീസിന്റെ ചില രീതികളെ കുറിച്ചൊക്കെ വിമർശിച്ച് പ്രസംഗിച്ചിരുന്നു. പോലീസിന്റെ രീതി ശരിയല്ല, മലപ്പുറത്തെ പോലീസിന്റെ രീതി ശരിയല്ല എന്ന് പറഞ്ഞ് വിമർശിച്ചിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതും ഇതുമായിട്ട് നമുക്കെങ്ങനെ ഈ സംഭവത്തെ ആ രീതിയിൽ കാണണ്ട? എന്നാലും പോലീസിനെതിരെയാണ്, മന്ത്രി തന്നെയാണോ എന്ന് പറയുന്നത്, മലപ്പുറത്തെ പോലീസിനെതിരെ. ആ ജില്ലയിലെ ഒരു പോലീസിന്റെ കഥ കൂടെ ഞാൻ പറഞ്ഞുതരാം. ആ ജില്ലയിലെ ഒരു പോലീസ് കോറി പരിപാടിയുമായി എന്താണ്, ഒരു കോറി ഉടമയുടെ നിന്ന് കൈക്കൂലി മേടിച്ചു. കൈക്കൂലി കൊടുക്കാതായപ്പോൾ അയാളെ പിടിച്ച് ഇതിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞു. അയാൾക്കെതിരെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ഇട്ടുകൊടുത്ത് അങ്ങേരെ പിടിച്ച് ജയിലിലാക്കുമെന്ന് പറഞ്ഞ് കൈക്കൂലി മേടിച്ചു. ലക്ഷങ്ങളാണ് മേടിച്ചത്. CI SI ഈ രണ്ടുപേരാണ് മേടിച്ചത്. CI യും SI യും കൈക്കൂലി മേടിച്ചത് അറിഞ്ഞിട്ട് കൈക്കൂലിയുടെ തെളിവുകളോടുകൂടി DYSPയുടെ മുന്നിൽ വന്നപ്പോൾ DYSP ഇവരെ അറസ്റ്റ് ചെയ്യാനെത്തിയപ്പം സ്റ്റേഷനിൽ നിന്ന് CI ഇറങ്ങി ഓടി. SI മാത്രമേ കിട്ടിയുള്ളൂ. CI ഇറങ്ങി ഓടിക്കളഞ്ഞു. SHO ഇറങ്ങി ഓടിക്കളഞ്ഞു. ഒരു സ്റ്റേഷനിലെ അതേ സ്റ്റേഷനിൽ SHO ഇരുന്ന അതേ സ്റ്റേഷനിൽ SHOയ്ക്കെതിരെയും SIക്കെതിരെയും ഇടനിലക്കാരനായി നിന്ന മൂന്നാമതൊരാൾക്കെതിരെ FIR ഇട്ടു. സ്വന്തം സ്റ്റേഷനിൽ സ്വന്തം ഡ്യൂട്ടിയിൽ ഇരിക്കെ FIR വീണ ആദ്യത്തെ SHO ആയിരിക്കും അയാൾ. അയാളുടെ പേര് ഞാൻ മറ്റൊരു എപ്പിസോഡ് പറയാം. പേര് ഞാൻ വിട്ടുപോയതാ. ശരി.